Hi students, welcome back. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇപ്പോൾ ലാസ്റ്റ് പാർട്ടിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്? ഹീറ്റ് എഞ്ചിൻ്റെയും റെഫ്രിജറേറ്ററിൻ്റെയും എഫിഷ്യൻസി ഇൻ കേസ് ഓഫ് റെഫ്രിജറേറ്റർ ആകുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഒരിക്കലും അല്ലെ 100% അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് പറയുമ്പോൾ 100% എന്നല്ല, ഇൻഫിനിറ്റി ആവില്ല, നെവർ പോസിബിൾ ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു പ്രൂഫ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ എന്താണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലോ ആണ്, അതുകൊണ്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഷുവർലി ഫോക്കസ് ഏരിയയിൽ ഈ ഒരു ടോപ്പിക് എന്തായാലും ഉണ്ടാകും. അപ്പോൾ ലോസ് എന്തായാലും ഒരിക്കലും ഒഴിവാക്കില്ല. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ വരുന്ന നമ്മൾ ലാസ്റ്റ് ടൈം ഡിസ്കസ് ചെയ്ത ഹീറ്റ് എഞ്ചിൻ ആയിക്കോട്ടെ, റെഫ്രിജറേറ്റർ ആയിക്കോട്ടെ, ഇതൊക്കെ ഫോക്കസ് ഏരിയയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഇപ്രാവശ്യം ആ ഫോക്കസ് ഏരിയയിൽ ഈ ടോപ്പിക്സ് അവിടെ ഉണ്ടാകും, ഒരിക്കലും അത് ഒഴിവാക്കില്ല കേട്ടോ. അപ്പോൾ എന്താണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ 2 പാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് ഓർമ്മിക്കുക. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? ക്ലോഷ്യസ്. ഫസ്റ്റ് വൺ കെൽവിൻ പ്ലാങ്ക്, സെക്കൻഡ് വൺ ക്ലോഷ്യസ്. സിമ്പിൾ ആണ് ബട്ട് ഇമ്പോർട്ടൻറ്റും ആണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റ് ആണ് സെക്കൻഡ് ഓഫ് തെർമോഡൈനാമിക്സിൽ. 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് വൺ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് വൺ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് 1 by 1 നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? വാട്ട് ഈസ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ. നോ പ്രോസസ് ഈസ് പോസിബിൾ ഹുസ് സോൾ റിസൾട്ട് ഈസ് ദ absorption of heat from a reservoir and the complete conversion of heat into work. എന്താണ് പറഞ്ഞത്? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? No process is possible whose sole result is the absorption of heat from a reservoir and the complete conversion of heat into വർക്ക്. ലാസ്റ്റ് ക്ലാസ് പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഹീറ്റ് ഹീറ്റ് എഞ്ചിൻ അല്ലെ, ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി 100% പോസിബിൾ അല്ല എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ കെൽവിൻ പ്ലാങ്ക് ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസിയെ അയാളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി 100% പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞത്? ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ നോ പ്രോസസ് ഈസ് പോസിബിൾ, പ്രോസസ്സ് പോസിബിൾ അല്ല, അങ്ങനെ ഒരു പ്രോസസ്സ് പോസിബിൾ അല്ല. എങ്ങനെയുള്ള പ്രോസസ്സാ? ഹുസ് സോൾ റിസൾട്ട്, ഇതിന്റെ കംപ്ലീറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ റിസർവോയർ. ഒരു റിസർവോയറിൽ നിന്ന് ഹീറ്റ്, അതായത് ഹോട്ട് റിസർവോയർ അല്ലെ, ഹോട്ട് റിസർവോയറിൽ നിന്നും കംപ്ലീറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്തു, എന്നിട്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് കെൽവിൻ പ്ലാങ്ക് പറയുന്നത്. അതിന് മീനിങ് എന്താ? നമ്മൾ ലാസ്റ്റ് ടൈം പറഞ്ഞ ആ ഒരു ഈ കേസ് തന്നെ അല്ലെ, ഹീറ്റ് എഞ്ചിൻ തന്നെ ഒന്ന് ഓർമ്മിച്ചാൽ മതി. അവിടെ സിങ്ക് വരക്കാം, തിരിച്ചിട്ട് വരക്കാം അല്ലെ. നമുക്ക് വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ് ഈ ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്, റെക്ടാങ്കിൾ ആയിട്ട്. ഏതായാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ടെക്സ്റ്റിലുള്ള പോലെ തന്നെ പറയാം. ഓക്കെ, ഈ രീതിയിൽ അല്ലെ. സോഴ്സ്, വർക്കിംഗ് സബ്സ്റ്റൻസ്, സിങ്ക്. അപ്പൊ ഇതിൽ നിന്നും വർക്കിംഗ് സബ്സ്റ്റൻസ് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് എടുത്തു, W ജൂൾ വർക്ക് ചെയ്തു, ബാക്കിയുള്ളത് Q2 കൊടുത്തു. ഇതൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇതിന്റെ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് ആ എഫിഷ്യൻസിയാണ് എടുത്ത് വേണ്ടത്. ആ എഫിഷ്യൻസി ഒന്ന് എടുത്ത് പറഞ്ഞാൽ സംഭവമായി. എഫിഷ്യൻസി എന്താ? 1 - Q2 by Q1 അല്ലെ. ഇത് ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 - Q2 by Q1. ഇവിടെ ഈ Q2 Q1 നിന്നും W ജൂൾ വർക്ക് ചെയ്തു, ഒരു മെക്കാനിക്കൽ വർക്ക് ഒരു സിസ്റ്റം ചെയ്തു, ബാക്കിയുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് Q2 ആയിട്ട് വരുന്നത്. ഇനി ഏതൊരു സിറ്റുവേഷനിൽ Q2 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഒരു ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആവും, അത് 1 ആകും അല്ലെ. എഫിഷ്യൻസി എന്താവും? 1 - 0 ആവല്ലോ. ഈ ഒരു ടേം 0 ആവും. ലാസ്റ്റ് ക്ലാസ് പറഞ്ഞ കാര്യം തന്നെയാണ്. 1 ആകും, അല്ലെങ്കിൽ എഫിഷ്യൻസി എത്രയാകും? 100% എഫിഷ്യൻസി അവിടെ കാണുന്നുണ്ട് അല്ലെ. 100% എഫിഷ്യൻസി തരും, വിച്ച് ഈസ് നെവർ പോസിബിൾ എന്നുള്ള കേസ് ഒന്നുകൂടി എടുത്ത് പറയുന്നതാണ് കെൽവിൻ പ്ലാങ്ക്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഈ ഒരു ഹീറ്റ് കംപ്ലീറ്റ് ഒരു എടുക്കുന്ന ഹീറ്റ്, വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല, വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് നമ്മൾ എഴുതിയിരിക്കുന്ന നമ്മൾ വർക്കിംഗ് ഇക്വേഷൻ ഒക്കെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ടാണ് ഞാൻ എന്താ എഴുതിയത്? Q1 = അല്ലെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ W Q2 ആഡ് ചെയ്തതാണ്, W + Q2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഓക്കെ, അതിൽ നിന്നാണ് W=Q1 - Q2 ഇതൊക്കെ കൊടുത്തിട്ടാണ് എഫിഷ്യൻസി ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും ഇയാൾ കംപ്ലീറ്റ് വർക്ക് ചെയ്യില്ല. ഏതെങ്കിലും എമൗണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോമിൽ എനർജി ഓക്കെ അവിടെ എന്തായിരിക്കും നഷ്ടപ്പെടും. അതായത് Q2 അവിടെ ഉണ്ടാകും, കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. അതിനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആക്കി ഒരു ലോ ഒക്കെ ആയിട്ട് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ദാറ്റ് ഇസ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ 100% എഫിഷ്യൻസി പോസിബിൾ അല്ല ആരുടെ കേസിൽ? ഹീറ്റ് എഞ്ചിന് പോസിബിൾ അല്ല എന്ന് പറയുന്നതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എന്താണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്? ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കുക. നോ പ്രോസസ് ഈസ് പോസിബിൾ ഹുസ് സോൾഡ് റിസൾട്ട് ഈസ് ദ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ റിസർവോയർ ആൻഡ് ദ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം. അതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് സ്റ്റേറ്റ് ചെയ്യുന്നത് ആ ഒരു സെന്റൻസ് വെച്ചിട്ടാണ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾക്ക് ഈ ഒരു ഹീറ്റ് എഞ്ചിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം വെച്ചിട്ടും എഫിഷ്യൻസി വെച്ചിട്ടും അവിടെ പറഞ്ഞു കൊടുക്കാം. കഴിഞ്ഞു. അത്രയേ ഉള്ളൂ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. അത്രമാത്രം പഠിച്ചാൽ മതി. ദെൻ ഗോയിങ് ടു സെക്കൻഡ് പാർട്ട് ഓർ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് ഒരു പാർട്ട് കൂടെ ഉണ്ട്. അയാളാണ് ആര്? ഓൾറെഡി പറഞ്ഞു വെച്ച ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആരാണ് അല്ലെങ്കിൽ എന്താണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്? അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കൊരു ഗസ് ഉണ്ടാവും അല്ലേ? കാരണം കെൽവിൻ പ്ലാങ്ക് ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട് പറയുന്നതാണെങ്കിൽ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആരായിരിക്കും? നമ്മുടെ മറ്റൊരു ഡിവൈസ് ആയിട്ടുള്ള റെഫ്രിജറേറ്റർ ആണ്. അപ്പോൾ റെഫ്രിജറേറ്ററിന്റെ എഫിഷ്യൻസി എന്നല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അവിടെ ഏതാ ടേം യൂസ് ചെയ്ത്? കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. ഓക്കെ, കോഎഫിഷ്യൻസ് ഓഫ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്ന ആൽഫ ഒരിക്കലും 100% അല്ല, ഇൻഫിനിറ്റി ആവില്ല. ഒരിക്കലും ആൽഫ ഇൻഫിനിറ്റി വാല്യൂ ഒരിക്കലും അല്ലെങ്കിൽ ഇൻഫിനിറ്റ് വാല്യൂ പോസിബിൾ ആയിരിക്കില്ല. ഒരിക്കലും ഇൻഫിനിറ്റ് വാല്യൂ തരില്ല എന്ന് പറയുന്നതാണ് ഏത്? ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യാം ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റിനെ? നോ പ്രോസസ്, ഈ സ്റ്റേറ്റ്മെന്റ് നോട്ട് ചെയ്ത് നോക്കണേ. നോ പ്രോസസ് ഈസ് പോസിബിൾ ഹുസ് സോൾഡ് റിസൾട്ട് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം എ കോൾഡർ ഒബ്ജക്റ്റ് ടു എ hotter object. എന്താ പറഞ്ഞത്? നോ പ്രോസസ് ഈസ് പോസിബിൾ ഹുസ് സോൾഡ് റിസൾട്ട് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം എ കോൾഡർ ഒബ്ജക്റ്റ് ടു എ ഹോട്ടർ ഒബ്ജക്റ്റ്. അതൊരിക്കലും, അതായത് കോൾഡർ ഒബ്ജക്റ്റിൽ നിന്നും ഹീറ്റ് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല? ഹോട്ടർ ഒബ്ജക്റ്റ്. അതായത് ചൂട് കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് പോകില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്, നോർമലി അറിയുന്ന ഒരു സിറ്റുവേഷൻ. അതുമായിട്ട് കണക്ട് ചെയ്യും. എപ്പോഴാണ് എല്ലായിടത്തും എവിടത്തേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക? കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കല്ലേ അല്ലെ? ഹീറ്റ് കൂടിയതിൽ നിന്നും ഹീറ്റ് എനർജി കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് പോവുക. സിമ്പിളായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നോർമലി എന്താ സംഭവിക്കുക? ഹോട്ടർ ഒബ്ജക്റ്റിൽ നിന്നും കോൾഡർ ഒബ്ജക്റ്റിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ്, ഒരിക്കലും കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കല്ല പോവുക അല്ലെ? നമുക്ക് എപ്പോഴും അറിയുന്ന ഒരു കേസാണ് കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വെസൽ, ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഒരു ഹീറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പൊള്ളല് ചെയ്യുക, അല്ലാണ്ട് എൻ്റെ ബോഡിയിലെ ടെമ്പറേച്ചർ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുക അല്ല. അവിടെയാണ് ടെമ്പറേച്ചർ കൂടുതൽ, അത് അല്ലെങ്കിൽ ഹീറ്റ് എനർജി അവിടെയാണ് കൂടുതലുണ്ടായിരുന്നത്, അത് എനിക്ക് തരികയാണ് ചെയ്യുക. അപ്പോൾ ഹോട്ടർ ബോഡിയിൽ നിന്നും കോൾഡർ ബോഡിയിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് റെഫ്രിജറേറ്റർ, ഇതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് റെഫ്രിജറേറ്ററിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം വെച്ചിട്ട് തന്നെ പറയാം. റെഫ്രിജറേറ്റർ പറഞ്ഞപ്പോൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഫിഗർ വരച്ചു, സ്കീമാറ്റിക് ഡയഗ്രാം. ഇത് കോൾഡർ ഒബ്ജക്റ്റ് ആണ് അല്ലെ? കോൾഡ് ബോഡി അല്ലെങ്കിൽ സിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയാള് ഹോട്ട് ബോഡി ഓർ നമ്മുടെ സോഴ്സ്. ഇതാണ് വർക്കിംഗ് സബ്സ്റ്റൻസ്. ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ഇവിടുന്ന് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്ന അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, എവിടുന്ന് അബ്സോർബ് ചെയ്യുന്നത്? നമ്മുടെ കോൾഡർ ബോഡി, കോൾഡർ ഒബ്ജക്റ്റിൽ നിന്നും ഇതിലേക്ക് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യം, ഈ ഒരു Q2 എമൗണ്ട് ഓഫ് ഹീറ്റിനെ അത് കോൾഡർ ബോഡിയിൽ നിന്നും, സോറി Q1 ആണേ, കോൾഡർ ബോഡിയിൽ നിന്നും ഹീറ്റ് ഹോട്ടർ ബോഡിയിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ എപ്പോഴും ശ്രദ്ധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കപ്പ് ഓഫ് ടീ, ഒരു ചായ എടുത്തു അല്ലെ? നല്ല ചൂട് ചായ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹീറ്റ് അങ്ങോട്ടേക്ക് അറ്റ്മോസ്ഫിയറും ഈ ഒരു കപ്പ് ഓഫ് ടീയും കൺസിഡർ ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ ആണ് കുറവ്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ ഹീറ്റിന്റെ എമൗണ്ട് ആണ് കുറവ്. ഇവിടെയാണ് ഹീറ്റ് ടെമ്പറേച്ചർ കൂടുതൽ. ഇവിടെ നിന്ന് എങ്ങോട്ടൊക്കെ ഇത് പോവുക? ഇത് ഹീറ്റ് ടീയിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്കല്ലേ പോവുക? കാരണം ചൂട് കൂടിയിൽ നിന്നും കുറഞ്ഞതില്ല. അതുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ തണുക്കുന്നത് അല്ലെ? ആ ബോഡി കൂളാവാനുള്ള കാരണം എന്താ? ഈ ടെമ്പറേച്ചർ കംപ്ലീറ്റ് അങ്ങോട്ടേക്ക്, ഹീറ്റ് എനർജി കംപ്ലീറ്റ് ഹോട്ടർ ബോഡിയിൽ നിന്നും കോൾഡർ ബോഡിയിലേക്ക് പോയത് കൊണ്ടാണ് അല്ലേ? അല്ലാണ്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമോ? ഇല്ലാലോ. കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് പോകുന്നത്. മറ്റൊരു എക്സാമ്പിൾ ഐസ് അല്ലെ? നമുക്ക് നോർമൽ ഐസ് ബ്ലോക്ക് ഒരു സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഐസ് ബ്ലോക്ക് ആണ് കോൾഡർ ഒബ്ജക്റ്റ്. അറ്റ്മോസ്ഫിയർ ആ സമയത്ത് എന്താ? ഹോട്ടറാണ്. നേരത്തെ കപ്പ് ഓഫ് ടീ ഹോട്ട് ബോഡീന്റെ കേസാണ് പറഞ്ഞത്, നല്ല ചൂട് ചായയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ആ സമയത്ത് അറ്റ്മോസ്ഫിയർ കോൾഡ് ബോഡിയാണ്.
ഓക്കെ, അപ്പോൾ കൂടിയതിൽ നിന്നും ചായയിൽ നിന്നും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു ഹീറ്റ്. ഇനി ഒരു ഐസ് ബ്ലോക്ക് എടുത്താൽ എൻ്റെ കയ്യിൽ ഒരു ഐസ് ബ്ലോക്ക് ഉണ്ട്. ഐസ് ബ്ലോക്ക് കോൾഡ് ബോഡിയാണ് അല്ലേ, ലോ ടെമ്പറേച്ചറുള്ള ആളാണ്. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയർ എന്താ, ടെമ്പറേച്ചർ കൂടിയതാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ഈ അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ് തണുപ്പിക്കുകയാണോ ചെയ്യുക? അല്ലല്ലോ, അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഹീറ്റ് ഇതിലേക്ക് വന്നിട്ട് ഇയാളെന്തോ മെൽട്ട് ആവാൻ തുടങ്ങിയല്ലേ ചെയ്യുക. അതാണ് നോർമലി സംഭവിക്കുന്നത് അല്ലെ. കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ബട്ട് ഞാൻ ഹീറ്റ് എഞ്ചിൻ എന്താ പറഞ്ഞത്, കോൾഡർ ബോഡിയിൽ നിന്നും അല്ലെ, കോൾഡർ ഒബ്ജക്റ്റിൽ നിന്നും ഹോട്ടർ ഒബ്ജക്റ്റിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും മാത്രമേ പോസിബിൾ ആവുള്ളൂ. അതുകൊണ്ടാണ് ആ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്ത് കൊടുക്കണം. ആ കംപ്രസർ വർക്ക് ചെയ്യുന്നത് പോലെ അല്ലെ, ആ കംപ്രസർ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു എക്സ്റ്റേണൽ വർക്ക് ആ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത് വരെ അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് പോസിബിൾ ആവുള്ളൂ. അതായത് ഇയാളില്ലെങ്കിൽ ഇത് പോസിബിൾ അല്ല. അപ്പൊ കോൾഡർ ഒബ്ജക്റ്റിൽ നിന്നും ഹോട്ടർ ഒബ്ജക്റ്റിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കണം, സിസ്റ്റത്തിലേക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഒരിക്കലും എന്താവില്ല, ഇൻഫിനിറ്റി. കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഒരിക്കലും ഇൻഫിനിറ്റി ആവില്ല എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഏതുമായിട്ട് കണക്ട് ചെയ്യാം, ഇതുമായിട്ട് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിന്റെ ഇക്വേഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഫൈനൽ ടോപ്പിക് ആയിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിന്റെ ഇക്വേഷൻ നോക്കാം. എന്തായിരുന്നു, ആൽഫ ഇസ് ഈക്വൽ ടു Q2 ഡിവൈഡഡ് ബൈ W. അല്ലെങ്കിൽ ഫൈനൽ ഇക്വേഷൻ എടുക്കാം. എന്താ, നമ്മൾ ലാസ്റ്റ് ഒരു ഇക്വേഷൻ ഇങ്ങനെ എഴുതി വെച്ചു, ഡബ്ല്യൂന്റെ ഇക്വേഷൻ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തു. Q2 by Q1 minus 1 അല്ലെ, Q2 by Q1 minus 1 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് വേണ്ട അല്ലെ, നമുക്ക് വർക്കിന്റെ കേസിലൊക്കെ ഡയറക്റ്റ് എടുക്കാം. Q2 ഇത് മാത്രം മതി, കാരണം വർക്കിന്റെ കേസിലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ ആൽഫ ഇസ് ഈക്വൽ ടു Q2 by W തന്നെ ഉണ്ടായിരുന്നു കേട്ടെ. അപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല, അതായത് വർക്ക് ചെയ്യുന്നില്ല മീൻസ് എന്താ, എക്സ്റ്റേണൽ വർക്ക് അവിടെ കൊടുക്കുന്നില്ല, സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ W 0 ആയില്ലേ. അതായത് ഇവിടെ 0 ആണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ എന്താകും, Q2 ഡിവൈഡഡ് ബൈ 0. Q2 by 0 എന്ന് പറഞ്ഞാൽ ഏതൊരു ടേമും അല്ലെ ഏതൊരു നമ്പറും ഡിവൈഡ് ബൈ 0 മീൻസ് എന്താ, അയാൾ ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. പക്ഷെ ഈ 0 ആകോ, വർക്ക് 0 ആകോ? അങ്ങനെ വർക്ക് 0 ആയിട്ടുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് നടക്കോ? ഇല്ല. അപ്പൊ ഇതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഇൻഫിനിറ്റ് ആവില്ല എന്നുള്ളതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. അതായത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയും. ഒരിക്കലും കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഇൻഫിനിറ്റ് ആവില്ല. അങ്ങനെ ഇൻഫിനിറ്റ് ആവണമെങ്കിൽ എക്സ്റ്റേണൽ വർക്ക് 0 ആയിരിക്കണം. അങ്ങനെ എക്സ്റ്റേണൽ വർക്ക് 0 ആയാലോ ഈ പ്രോസസ്സ് നടക്കുക തന്നെയില്ല. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ വർക്ക് കൊടുത്തത് കൊണ്ടാണ് കോൾഡർ ഒബ്ജക്റ്റ് ഏതിലേക്ക് മാറിയിട്ടുള്ളത്, ഹോട്ടർ ഒബ്ജക്റ്റ്. അതായത് ഇവിടെ Q1 ഹെവി എമൗണ്ട് ആണ്. ഈ Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞതുപോലെ W plus Q2 ഈ രണ്ട് എനർജി, രണ്ട് വാല്യൂ ആഡ് ചെയ്താലാണ് Q1 ഇവിടെ കൺസർവേഷൻ ഓഫ് എനർജി കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അത്രത്തോളം ഹോട്ടർ ഒബ്ജക്റ്റിലെ ഹീറ്റ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ആ ഹീറ്റ് ഉണ്ടാവണമെങ്കിൽ, അത്രത്തോളം ഹീറ്റ് സോഴ്സിലേക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എക്സ്റ്റേണലി വർക്ക് ചെയ്തേ പറ്റൂ. എക്സ്റ്റേണൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ ഇൻഫിനിറ്റ് ആകാം. പക്ഷെ അങ്ങനെ ഇൻഫിനിറ്റ് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് നടക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എന്തിൽ അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും, എക്സ്റ്റേണൽ വർക്ക് ചെയ്യാതെ ഈ പ്രോസസ്സ് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും W എന്താവില്ല, 0 ആവില്ല. W 0 ആവില്ല മീൻസ് ഒരിക്കലും കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഇൻഫിനിറ്റ് വാല്യൂ ആവില്ല. അതൊരിക്കലും പോസിബിൾ അല്ല. ഇതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നല്ല നീറ്റായിട്ട് ആദ്യം സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കുക. എന്താണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്, അതിനൊരു എക്സ്പ്ലനേഷൻ എന്ന നിലക്ക് നമ്മൾ എഴുതിയെടുക്കുക. റെഫ്രിജറേറ്ററിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം പ്ലസ് അഡീഷണലി ആര് കൂടി കൊടുക്കണം, നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിന്റെ ഇക്വേഷൻ വെച്ചിട്ട് W 0 കൊടുത്തിട്ട് ഇൻഫിനിറ്റ് അതാകും. W 0 ആണെങ്കിൽ ഇൻഫിനിറ്റ് ആകുമായിരുന്നു, പക്ഷെ W 0 പാടില്ല. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നടക്കില്ല. നോർമലി ഹോട്ടർ ബോഡിയിൽ നിന്നും കോൾഡർ ഒബ്ജക്റ്റിലേക്കാണ് നടക്കുന്നത്. പക്ഷെ ഇതിൽ നേരെ ഓപ്പോസിറ്റ് ആണ് റെഫ്രിജറേറ്ററിൽ നടക്കുന്നത് അല്ലെ. കോൾഡർ ഒബ്ജക്റ്റിൽ നിന്നും ഹോട്ടർ ഒബ്ജക്റ്റിലേക്കാണ്, അതായത് നമ്മുടെ സറൗണ്ടിങ്സിലേക്ക്, അറ്റ്മോസ്ഫിയറിലേക്ക് കൊടുക്കുന്നുണ്ട്. എപ്പോഴാണ് കൊടുക്കുന്നത്, അവിടെ സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് ആ ഒരു കേസ് അവിടെ ഓർമ്മിക്കുക. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഫ്രം കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിൽ നിന്ന് ഇൻഫിനിറ്റി ആവില്ല എന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൂഫ്, ഒരു എക്സ്പ്ലനേഷൻ എന്ന നിലക്കാകും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ രണ്ട് ടോപ്പിക് ഉള്ളത്, രണ്ട് പാർട്ട് ഉള്ളത്, രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് സെയിങ് അബൌട്ട് എഫിഷ്യൻസി ഓഫ്, അല്ലെ 100% എഫിഷ്യൻസി ഓഫ്
ഹീറ്റ് എൻജിൻ ഈസ് നെവർ പോസിബിൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി നല്ല നീറ്റായിട്ട് പറയാം വിത്ത് സ്കീമാറ്റിക് ഡയഗ്രാം ആൻഡ് ഏതുകൂടി എഫിഷ്യൻസി ഇക്വേഷൻ വെച്ചിട്ട്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇതിനെ കുറിച്ചാണ്, റെഫ്രിജറേറ്ററിന്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് അവിടെ 100% അല്ല, ഇൻഫിനിറ്റ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ടൈം ഇൻഫിനിറ്റ് എന്നാണ്, 100% അല്ല, ഇൻഫിനിറ്റ് വാല്യൂ ഒരിക്കലും പോസിബിൾ അല്ല. അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി അവിടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, ഐഡിയ ഓർ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഒരു ടോപ്പിക്ക് മാത്രമേ ബാക്കിയുള്ളൂ, ദാറ്റ് ഈസ് കാർനോട്ട് എൻജിൻ. ഒരു കാർനോട്ട് എൻജിൻ, കാർനോട്ട് തിയറം, കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഡെറിവേഷൻ തന്നെയാണ്. ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. അതാണ് നമുക്ക് ഇനി ബാക്കിയുള്ളത് ഏത് ഈ ഒരു ചാപ്റ്ററിൽ തെർമോഡൈനാമിക്സിൽ ബാക്കിയുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ടോപ്പിക്ക് നല്ല നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതായത് അതിൻ്റെ കോൺസെപ്റ്റൊക്കെ, ആ കോൺസെപ്റ്റ് വരുന്ന ആ പാർട്ടൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല നീറ്റായിട്ട് നോട്ട്സ് ഒക്കെ എഴുതാം, നല്ല നീറ്റായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.